നിങ്ങളുടെ പാസ്റ്റിലെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവരുമായിട്ട് ബ്രേക്കപ്പ് ആയി. അതൊരു ലോങ് സ്റ്റോറിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 months ആയി കാണും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയായിട്ട്. നിങ്ങൾ കരുതി ഈ കണക്ഷൻ എൻഡ് ആയി എന്ന്, അവർ ഇനി തിരിച്ചു വരികയില്ല എന്നൊക്കെ. നിങ്ങൾ ഇതിൽ നിന്നും മൂവ് ഓൺ ആയി ഹീൽ ആവുകയും ചെയ്തു. നിങ്ങൾ മൂവ് ഓൺ ആയി ഹീലായി കഴിഞ്ഞപ്പോഴേക്കും ഈ ബന്ധം നഷ്ടപ്പെടുത്തിയതിൽ അവർ റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഇവർ മറ്റു വ്യക്തികളെ പ്രയോറിറ്റൈസ് ചെയ്തു, തേർഡ് പാർട്ടിയിലേക്ക് മൂവ് ചെയ്തു. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന ആറ്റിറ്റ്യൂഡിൽ അവർ തേർഡ് പാർട്ടിയുടെ പുറകെ പോയി. ഇപ്പോൾ അവർ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ നല്ലപോലെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരുന്നു. ആ വ്യക്തി നിങ്ങളെ ബ്രേക്കപ്പ് ആക്കിയത് തേർഡ് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഇനി ഇത് റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇവർ നിങ്ങളുടെ അടുത്തേക്കൊരു മൂവ്മെൻറ്റ് നടത്തുമെന്നുള്ളത്. ഈ വ്യക്തി ഒരു മച്വേർഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഒന്നുമല്ല. ഒരു പ്രോപ്പറായിട്ട് ഡിസിഷൻസ് ഒന്നും എടുക്കാൻ ഇവർക്ക് അറിയില്ല. അപ്പം നമുക്ക് നോക്കാം. ഈ പേഴ്സൺ ശരിക്കും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫാമിലി മെമ്പറോ ഫ്രണ്ട്സോ അങ്ങനെ ഒന്നുമല്ല. ഇതൊരു റൊമാൻറ്റിക് പാർട്ട്ണർ തന്നെയാണ്. അവരെ ചൂസ് ചെയ്തിട്ട് ഈ വ്യക്തി എന്ത് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങളെ ഡിസ്കാർഡ് ചെയ്തു. അങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തത്. ഈ റിലേഷൻ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷെ അവർ നിങ്ങളെ ഒന്ന് കേൾക്കുവാൻ പോലും തയ്യാറായില്ല. നിങ്ങൾ അവരുടെ അറ്റൻഷന് വേണ്ടിയിട്ട് ബെഗ് ചെയ്തു. നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഒരു സ്ഥാനവുമില്ലാത്ത രീതിയിൽ അവർ നിങ്ങളെ ഒഴിവാക്കി. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണോ, ആർക്ക് വേണ്ടിയിട്ടാണോ അവർ നിങ്ങളെ ഒഴിവാക്കി പോയത്, അവരൊന്നും ആയിരുന്നില്ല എന്ന് പിന്നീടാണ് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായത്. ഇപ്പോഴാണ് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകുന്നത് നിങ്ങളാണ് അവരുടെ സോൾമേറ്റ് എന്ന്. അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും, അവരെ വീണ്ടും സ്വീകരിക്കണമെന്ന് ആവശ്യമായിട്ട്. ഈ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങളെ ഒരുപാട് ചേഞ്ച് ആക്കി. അവർക്കതിൽ നല്ല ഭയമുണ്ട് താൻ. കാരണം നിങ്ങൾ ഒരുപാട് മാറിപ്പോയില്ലോ. അതിൽ അവർക്ക് ഒരുപാട് ഭയമുണ്ട്. അവരൊരിക്കലും ആ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നതുമില്ല. നിങ്ങളിപ്പോൾ ഏത് ജെൻഡർ ആയിക്കോട്ടെ, മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ക്യൂൻ ഓഫ് വാൺസ് എനർജി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നല്ല ഗ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ. അത് ശരിക്കും അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലെവൽ നല്ലപോലെ ഉയർന്നു. അതായത് ഇപ്പോഴാണ് അവർക്ക് ശരിക്കും ഒരു പേടി വരുന്നത്. ഇനി അവർ തിരിച്ചു വന്നാൽ നിങ്ങൾ അവരെ ഉൾക്കൊള്ളുമോ എന്നുള്ളൊരു പേടി അവർക്കിപ്പോൾ ഉണ്ട്. ഇവിടെ ഈ നൈറ്റ് ഓഫ് കപ്സും ഈ നൈറ്റ് ഓഫ് സോർട്സും പറയുന്നത് അവർ നിങ്ങളോട് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തും. അതായത് എൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ അതെല്ലാം ക്ഷമിച്ചിട്ടുണ്ടല്ലോ, ഇത്തവണയും നീ അതെല്ലാം ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെയൊക്കെ ഉള്ള ഒരുതരം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാനുള്ള അവരുടെ സെൻസ് ഓഫ് അർജൻസിയുമാണ് ഇത് കാണിക്കുന്നത്. ഇത് രണ്ടും ആ വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ഈ പേഴ്സന്റെ എനർജിയും നിങ്ങളുടെ എനർജിയുമായിട്ട് ഒരിക്കലും മാച്ച് ആകുന്നില്ല. നിങ്ങളുടെ എനർജി ക്യൂൻ എനർജിയാണ്. അവരുടെ എനർജി അല്ലെങ്കിൽ അവരുടെ ലെവൽ എന്ന് പറയുന്നത് നിങ്ങളുടേതിനേക്കാൾ താഴെയാണ്. ഞാൻ പറയുന്നത് ഫിനാൻഷ്യൽ മാറ്ററിനെ കുറിച്ചല്ല കേട്ടോ, എനർജി ലെവലിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ അവരൊട്ടും തന്നെ മെച്ചുവേർഡേ അല്ല, അതുപോലെ ഹീൽഡ് അല്ല. അവർ വളരെ കൂളാണ്. അവരെപ്പോഴും അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെക്കുറിച്ച് മാത്രമാണ് അവരെപ്പോഴും ചിന്തിക്കുന്നുള്ളൂ. അവർ അവരോട് പോലും സത്യം പറഞ്ഞാൽ നീതി പുലർത്തുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ കാരണം? ശരിക്കും അവരൊരു സെൽഫിഷ് ആയ വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ്. ഈ വ്യക്തി തിരിച്ചു വരും എന്ന് പറയാൻ കാരണം നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് അവർക്ക് മനസ്സിലായി. നിങ്ങളുടെ ഹൃദയവും സോളും നിങ്ങൾ അവർക്ക് നൽകി. പക്ഷെ അവർ എന്നിട്ടും തേർഡ് പാർട്ടിയുടെ പുറകെ പോയി. നിങ്ങളുടെ വാല്യൂ സത്യത്തിൽ അവർ മനസ്സിലാക്കിയില്ല.
സുഹൃത്തെ, ഞാൻ പറയട്ടെ, ഇത് നിങ്ങളുടെ റീഡിംഗ് ആണെങ്കിൽ നിങ്ങൾ കരുതിയിരിക്കുക. കാരണം ഒരുപാട് ആക്ടിങ്ങോടെ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. നിങ്ങൾ വേണമെങ്കിൽ ഒരു ടിഷ്യൂ ബോക്സ് തന്നെ റെഡിയാക്കി വെക്കേണ്ടി വരും. കാരണം അത്രയ്ക്കും കരഞ്ഞ് ബെഗ് ചെയ്യും അവർ തേർഡ് പാർട്ടിയുടെ കൂടെ പോയി 2-3 മന്ത്സ് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായ തേർഡ് പാർട്ടി അവർ വിചാരിച്ച ആളല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വേണം. എന്തിനാണ്? അവർക്ക് വീണ്ടും ഹാപ്പി ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കണം ഈ വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾ മറക്കരുത്, എന്താണ്, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ച് പോയവരാണ് അവർ. ഇതൊരു ഫാമിലി കമ്മിറ്റ്മെന്റ് ഒന്നും ആയിരുന്നില്ല. ഇതൊരു തേർഡ് പാർട്ടി, അതായത് അനദർ റൊമാൻറ്റിക് പാർട്ട്ണർ. അപ്പോൾ നിങ്ങളെ മറന്നിട്ട് മറ്റൊരാളെ ചൂസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഈ വ്യക്തിയെ തിരികെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന്. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞു പോയ 2-3 മാസത്തിലെ നിങ്ങളുടെ അവസ്ഥയെ ഓർക്കുക. നിങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വന്നു, എങ്ങനെ ഹീലായി. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തു. അതൊരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അവരെന്തുകൊണ്ടാണ് തിരിച്ചു വന്നത്? അവർ ആഗ്രഹിച്ചതുപോലെ അല്ലായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അവർ തിരിച്ചു വന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇനി അടുത്ത വ്യക്തിയെ കണ്ടാൽ അവർ നിങ്ങളെ കളഞ്ഞിട്ട് അവരുടെ കൂടെ വീണ്ടും പോകും. സോ ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങളെടുത്ത എഫേർട്സ് ഒരിക്കലും നിങ്ങൾ വേസ്റ്റ് ആക്കരുത്.